ചെയ്യുമേ. പിന്നെ രോഗിക്കു വൈദ്യനുമേ, കുരുടനു കാഴ്ചയുമേ. പിന്നെ രോഗിക്കു വൈദ്യനുമേ, നിന്നെയും വീണ്ടെടുക്കാൻ തന്റെ പുത്രനെ യാഗമാക്കി. നിന്നെയും വീണ്ടെടുക്കാൻ തന്റെ പുത്രനെ യാഗമാക്കി. വിട്ടിടുമോ വിട്ടിടുമോ നിന്നോട് പാവങ്ങളെ? കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിടുമോ? കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിടുമോ? കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിടുമോ? ദൈവത്തിന്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ എളിയവന്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു ഗാനം ആലപിക്കുവാനിടയായി. അത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വരികളാണ്. അത് അനേകർ ആ പാട്ടുകൾ ഏറ്റെടുത്തതിനാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. അമേൻ. എന്റെ പേര് കാർത്തികൻ എന്നാണ്. തകഴി സ്വദേശിയാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ രക്ഷയുടെ മാർഗത്തെ കടന്നു വരുവാനിടയായത്. ദൈവമില്ലാതെ നടന്ന് കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് വേണ്ടി ചെയ്യുവാനും ദൈവത്തിന് വേണ്ടി ഓടുവാനും ഒക്കെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമേൻ. ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ദൈവത്തിനൊരു നിശ്ചയം ഉണ്ടായിരുന്നു, അറിയുന്നത്. കാരണം വചനം പറയുന്നു, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തും, എന്നെ മാനിക്കുന്നവനും ഞാൻ മാനിക്കും എന്നുള്ള വചനം ഞാനിപ്പോ അത് ഓർക്കുകയാണ്. സ്വതന്ത്രം ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് ദൈവത്തെ ഉയർത്താന്നുള്ള ചിന്തയായിരുന്നു. ലോകമായിട്ടുള്ള വല്ല പ്രസിദ്ധി ഒന്നാകുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ദൈവം ഒരുവനെ കണ്ടാൽ ദൈവത്തിന് ഹിതമാണ്. ആരും അറിയാതിരുന്ന എന്നെയും ലോകമൊക്കെ അറിയുവാനിടയായി. അത് ദൈവത്തിന് മഹത്വം. അതെന്റെ കർത്താവിന് നാമം മഹത്വം എടുക്കട്ടെ. സ്വതന്ത്രം. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു. വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കാരണം എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചു. വിശ്വാസത്തിൽ കടന്നു വരുന്ന മുൻപ് നിരവധി ജോലികൾ ചെയ്തു. ഒത്തിരി ജോലികൾ പറയാൻ മേലെ ഒത്തിരി ജോലികൾ. അതായത് വീട്ടുവേല ചെയ്തു, കടകളിൽ ജോലി ചെയ്തു, പശുക്കളെ നോക്കി, പട്ടികളെ നോക്കി, അങ്ങനെയുള്ള ഒത്തിരി ജോലികളൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ സ്വതം ഒരു യോഗ്യതയില്ല. ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് ചിന്തിക്കും. ദാവീദിന്റെ യോഗ്യതയില്ല. പക്ഷെ ദൈവം ഒരുവനെ കണ്ടെങ്കിൽ സ്വതം അവനെ കൊണ്ടുവരുന്ന ദൈവമാണ്. സ്വതം ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കും എന്നാണ് വിശുദ്ധ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്വതം അങ്ങനെ ഞാൻ എന്റെ കർത്താവിനെ അറിയാതെ കാലഘട്ടം നടന്നു. അങ്ങനെ ഞാനൊരു ചെറിയൊരു കലാകാരനാണ്. ഞാൻ അമ്പലങ്ങളിലൊക്കെ ചെണ്ട വായിക്കുവാനും അങ്ങനെ ഭജന പാടുവാനും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വതം ഞാൻ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചു. എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ഈ നാട് വിട്ടുപോവുക, അങ്ങനെയുള്ള പല ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസം ഒന്നും പറയാൻ എനിക്കില്ല. സ്വതന്ത്രം. അങ്ങനെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു നാട്ടിൽ നിന്ന്. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. ഒരു പെങ്ങള്, 2 ചേട്ടന്മാര്. അവരിലൊക്കെ ആദ്യമായി കല്യാണം കഴിച്ച് ഞാനാണ്. സ്വതന്ത്രം. ഞാൻ ആ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ വന്നു നിന്നു. അങ്ങനെ നാടുമായിട്ട് യാതൊരു ബന്ധമില്ല, നിൽക്കണമെന്നായിരുന്നു. പക്ഷെ വീട്ടിൽ അമ്മ അറിഞ്ഞു, എന്നോട് പറഞ്ഞു അവനെ വിളിച്ചോണ്ട്, അവരെവിടാണെന്ന് വിളിച്ചോണ്ട് വന്നു. അങ്ങനെ ഞാൻ ഗോവയുടെ പ്രദേശത്ത് പല പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചൊരു കാലഘട്ടം. അങ്ങനെ എനിക്കൊരു മകൾ ജനിക്കുവാനിടയായി. സ്വതം. കുട്ടനാട് പ്രദേശം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന്റെ എപ്പോഴും വെള്ളമാണ്. എന്റെ വീട്ടിൽ എപ്പോഴും വെള്ളം കയറാനുള്ള സ്ഥലം. അപ്പം ഏത് മഴ വന്നാലെല്ലാം വെള്ളമാണ് എന്റെ നാട്ടിൽ. സ്വതം. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ജൂലൈ മാസത്തിൽ എന്റെ മകളെ ജനിക്കുവാനിടയായി. അന്ന് ജൂൺ ജൂലൈ മാസമൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടനാട് പ്രദേശം ഭയങ്കര വെള്ളമാണ്. സ്വതം. അങ്ങനെ വെള്ളപ്പൊക്കത്തിലായിരുന്ന സമയത്ത് എന്റെ മകളെ ഞാൻ അന്നൊരു എരുത്തിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എരുത്തിലെന്ന് പറഞ്ഞാൽ തൊഴുവം. അവിടാണ് ഞങ്ങൾ കിടന്നുകൊടുത്തത്. ഇപ്പം അങ്ങനെ വന്നപ്പോ ഒരു കട്ട, അതായത് 6 ഇഞ്ച് കട്ടയും കൂടെ പൊങ്ങി കഴിഞ്ഞാൽ വെള്ളം കയറും. അപ്പൊ അങ്ങനെ ഇതും കൊച്ചിനും കൊണ്ട് അങ്ങോട്ട് പോകും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അത് ബാലൻസ് ആയിട്ടുണ്ട്. ഇത് കുഞ്ഞിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ അന്നൊക്കെ ക്യാമ്പ് തുറക്കാനും വൈകി. അമ്മയും പറഞ്ഞ് എന്ത് ചെയ്യും, എന്റെ ഭാര്യയും പറഞ്ഞ് എന്ത് ചെയ്യും എന്ന് പറയാൻ ഇവിടെ മകളെ
അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ചെന്ന് കിടന്ന് അവരുടെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇതേപോലെ ഈ അടുത്ത സമയത്ത് പ്രസവിച്ചതാ, 48 ആയതേ ഉള്ളൂ കുഞ്ഞിന്, മഴയും വെള്ളമൊക്കെയാ, തണുപ്പൊക്കെയാ, കുഞ്ഞ് വിറയ്ക്കുന്നുണ്ട്, പനിയൊക്കെയാ, എന്ത് ചെയ്യുന്നു? അവർ പറഞ്ഞ് കിടന്നു. പക്ഷെ കുഞ്ഞിന് പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട് മറ്റുള്ള വലിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അസുഖങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെ പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പറയാനിടയായി. ഞങ്ങൾ ഭയങ്കരമായി വിഷമിച്ചു, ഭയങ്കര ഭാരപ്പെട്ടു. അന്നപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്നാ നീ നിന്റെ വൈഫിന്റെ വീട്ടിൽ പോകും, അവിടെ പൊക്കമുള്ള സ്ഥലമാണ്, അത് അടൂരിന്റെ പ്രദേശമാണ്, അവിടെ പോയിക്കോളാൻ പറയാനിടയായി. അങ്ങനെ എന്റെ മകളും എന്റെ ഭാര്യയായിട്ട് ഞാൻ അടൂരിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. എന്റെ ഭാര്യയുടെ കുടുംബവും ഇതേപോലെ ചെണ്ടമേളക്കാരും ഭജന പാടുന്നവരും വായനക്കാരും ഒക്കെ ആയിരുന്നു സ്വന്തം. അവിടെ ചെന്ന് ഞാൻ അവരുടെ കൂടെ ചെണ്ടമേളം കാര്യങ്ങൾ ഇവിടെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് വലിയൊരു 19 ചെണ്ടമേളക്കാരുടെ ടീമിന്റെ കൂടെ തന്നെ ഞാനും അവരുടെ ഒരു അംഗമായി. എന്റെ അളിയന്മാരൊക്കെയാണ് ചെണ്ടമേളമൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരും ഒക്കെയാണ്. അപ്പൊ അവരുടെ കൂടെ കൂടി അവരുടെ ചെണ്ടമേളം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ സന്തോഷം എന്ന് പറയാൻ ആ രീതിയിലുള്ള ഒരു സന്തോഷം. പക്ഷെ ഇപ്പൊ ഞാൻ അറിയുന്നു, അപ്പൊ ഈ സന്തോഷം അന്ന് കിട്ടിയില്ല. അന്ന് സന്തോഷം മദ്യത്തിന് മയക്കേറുന്നുള്ള സന്തോഷമായിരുന്നു. ഇന്നത്തെ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷം. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും. ആ സമാധാനത്തിലുള്ള ഇന്നും പ്രതികൂലത്തിന് പ്രതിസന്ധിയുടെ മധ്യയിലേക്കും ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ അവിടെ ചെണ്ടമേളം ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ എനിക്ക് രണ്ടാമത്തെ മകൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി. അനേക വേദികളിൽ ചെണ്ടമേളമൊക്കെ ചെയ്ത് നടന്നു. അനേക ദൈവങ്ങളെ സേവിച്ചു, അവരെയൊക്കെ പ്രസാദിപ്പിച്ച് നടന്നു ഒരു കാലഘട്ടം സുഖം. രണ്ടാമത്തെ മകൻ ജനിക്കുവാൻ ഇടയായി. അങ്ങനെ രണ്ടാമത്തെ മകൻ ജനിച്ചിട്ട് അവൻ നടക്കേണ്ട പ്രായത്തിൽ അവൻ നടക്കുവാൻ ഇടയായില്ല. അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടു സ്വതം. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ഞാനൊരു കൂലിപ്പണി ചെയ്യുന്നതാണ്. ഞാൻ അന്ന് അവിടെ മൈക്കാട് പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. മറ്റുള്ള പിള്ളേരെല്ലാം നടക്കുമ്പോൾ ഇവൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവനിങ്ങനെ നടുവ് എഴഞ്ഞെഴിഞ്ഞ് നടക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെ നടക്കാതിരുന്നപ്പോ അടുത്ത വീട്ടിലൊരു സഹോദരി, ഒരു ദേവദാസന്റെ ഭാര്യ എന്ന് പറഞ്ഞു, ജോർജ് മാഷ്, ദേവദാസൻ ഇപ്പൊ നിത്യത്തിലായിരിക്കുന്നു. അവിടുത്തെ ദേവദാസി പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ മകൻ നടക്കുന്നില്ലല്ലോ, നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിക്കുക, എന്തൊക്കെ ജീവിതത്തിലേക്ക് പ്രാർത്ഥന, നിങ്ങളുടെ മകൻ നടക്കും എന്ന് പറയാനിടയിൽ അവള് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട്, ഞങ്ങളിങ്ങനെ വരില്ല. പോരാഞ്ഞിട്ട് അവർക്കും അവിടെ ഒരു അമ്പലമുണ്ട്. പോരാഞ്ഞിട്ട് എന്റെ അപ്പനൊരു മന്ത്രവാദി, അനേകർ വന്ന് വീട്ടിൽ നിന്ന് പ്രശ്നം നോക്കി ഈ ജ്യോതിഷമൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൻ എന്നെ സൈഡിൽ എടുത്തിട്ട് പറയുമായിരുന്നു, ഇനി അടുത്തത് എന്റെ കാലം കഴിഞ്ഞ് ചെയ്യേണ്ടത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും അത് വളരെ പ്രകൃതിയോടെ അത് സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറായിട്ട് നിന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇതിനോടൊരു യാതൊരു ഇഷ്ടമില്ലായിരുന്നു. എന്റെ ഭാര്യയും പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട്, ഞങ്ങൾ ഭജനയ്ക്ക് പോകണം, ഞങ്ങൾ ചെണ്ടമേളം ചെയ്യുന്നു, ഞങ്ങൾക്കും ഉണ്ടെന്ന് പറയാനിടയിൽ. അങ്ങനെ ഞങ്ങൾ ആ സമയത്തൊക്കെ ഒത്തിരി ഇടങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെയും വഴിപാടുകളൊക്കെയും ചെയ്തു. പലരും പല സ്ഥലങ്ങളിൽ പറയും, കാരണം അങ്ങനെയാണല്ലോ, ഓരോന്ന് പറയുമ്പോൾ അവിടെ പോവും ഇവിടെ പോവും, എങ്ങനെയാണെന്ന് ഒരു വിടുതൽ കിട്ടണമെന്നുള്ള ചിന്തയാണ് സ്വതം. ഇപ്പൊ നമുക്ക് മനസ്സിലായി, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് വചനം പറഞ്ഞു. ഇപ്പോൾ സത്യം ഇതാണ് സ്വതം. ഇനി എന്ത് പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് സ്വതം. അതെന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലാണ് സ്വതം. വചനം ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് സ്വതം. ഉറപ്പുള്ള വചനമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിൽ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഒരു വിടുതലുള്ള സ്വതം. അങ്ങനെ ഇരിക്കുകയാണ് ഈ ദൈവദാസി പറഞ്ഞത്. ലാസ്റ്റ് എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, നമുക്കൊന്ന് ഞാനൊന്ന് പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോകാനിടയിൽ. അങ്ങനെ എന്റെ മകനും അങ്ങനെ അടൂരിന്റെ പ്രദേശം എന്ന് പറഞ്ഞ 2 തുണ്ടായിട്ട് ഈ പൊക്കവും താഴ്ചയൊക്കെ. അപ്പൊ താഴത്തെ തുണ്ടിൽ അവര് പ്രാർത്ഥന നടക്കുന്നു, ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നു. എന്റെ ഭാര്യ അവിടെ പോകാനിടയായി. എന്റെ മകൻ വീട്ടിൽ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ആ മകൻ കിടന്നുറങ്ങുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവൾ താഴെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു. പെട്ടെന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു ഞങ്ങളുടെ ജ്യേഷ്ഠത്തിൽ ഭയങ്കര കരച്ചിലും കൂവലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വേദനയോടെ അലറിക്കൊണ്ട് കരയുന്നു. അവിടെ നിന്ന് പ്രാർത്ഥനക്കാരെല്ലാം കൂടി വന്നപ്പോ എന്റെ മകൻ ഭിത്തി പിടിച്ചു നിൽക്കുന്ന രംഗം കാണുവാനിടയായി. സുഖം. അതുവരെ അവൻ പിടിച്ചു നിന്നാലൊന്നും നിൽക്കത്തേ ഇല്ല. പെട്ടെന്ന് പൊട്ടുമെന്ന് പറഞ്ഞ് താഴെ വീടുമായിരുന്നു. അവനെ അങ്ങനെ ഭിത്തി പിടിച്ച് അവൻ തന്നെ ഉറങ്ങിക്കിടന്നവനാ അവൻ ഭിത്തി പിടിച്ചു നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ചേട്ടത്തിക്ക് വന്നൊരു ഭയങ്കര സന്തോഷമായി. അങ്ങനെ കരഞ്ഞത്. അപ്പോൾ ആളുടെ കൂടി വന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൾ വിശ്വാസത്തിലായി. എന്നാൽ ഞാൻ ഇതിനകത്തോട്ട് വലിയ പ്രാധാന്യം കൊടുത്തില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്റെ മകൻ നടക്കുന്നു, അതുകൊണ്ട് ഞാൻ പോകും. ഞാൻ കുറച്ചു നാളൊക്കെ ഞാൻ അവരെ എതിർത്തു. എന്നാൽ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടത് ഞാൻ അറിയാതാണ് സ്നാനപ്പെട്ടത്. ഇപ്പൊ ഈ സ്നാനത്തിന്റെ വിലയെ കുറിച്ച് അറിയുമ്പോൾ ഞാൻ വിചാരിക്കും, അന്ന് എന്റെ പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ടതിന് ഞാൻ പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് എവിടെ സ്നാനം നടത്തിയാലും ഞാൻ പോകും, ഏത് പിള്ളേർ സ്നാനപ്പെടുത്തുക. കാരണം വചനം പറഞ്ഞു, ഒരു പാവി മാനസാന്തരം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന വചനം പറഞ്ഞു. അപ്പൊ ആ സ്വർഗം സന്തോഷിക്കുന്ന ഒരുവൻ രക്ഷപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ സ്വർഗം അവിടെ സന്തോഷം. പലവരും സന്തോഷിക്കപ്പെടും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷം. അതുകൊണ്ടാണ് ഈ പരിശോധനയൊക്കെ പോയി ചിലവർ പറയും പരിശോധന നടത്തിയിട്ടില്ല,
പക്ഷെ അത് നമുക്കറിയേണ്ട കാര്യമില്ല സ്വതം. നമ്മൾ ദൈവവചനം പറയുക എന്നുള്ളതാണ് സ്വതം. ഞാൻ പലപ്പോൾ ഇതുകൂടെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ വരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ബംഗാളി പിള്ളേരുടെ പോയി അവരുടെ നിന്നിട്ട് അവർക്ക് ട്രാക്ട് കൊടുക്കും. തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ഹിന്ദി ട്രാക്ട് ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ബംഗാൾ അറിയാം, കുറച്ചറിയാം. കാരണം അവരുടെ പണിയുന്നുണ്ട്, എനിക്ക് കുറച്ചറിയാം. അപ്പൊ ഞാൻ അവരോട് പറയും, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം വന്നപ്പോ സമയത്ത് ഒരു പയ്യനോട് പറഞ്ഞ്, തുമിക്ക യേശു ബലുവാസെന്ന് വെച്ചാൽ നിന്നെ യേശു സ്നേഹിക്കുന്നു എന്ന് അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എന്നിട്ട് അവർക്ക് ട്രാക്ട് കൊടുക്കുമ്പോൾ ഹിന്ദി ട്രാക്ട് കൊടുക്കും. അപ്പം എന്റെ കൂടെ പണിയുന്ന ഹൈന്ദവ പശ്ചാത്തലമുള്ള മലയാള സഹോദരന്മാർ, നിങ്ങൾ എന്തിനാ അവർക്ക് കൊടുത്ത? അവർക്ക് യേശുവിനായിരുന്നു. ഞാൻ പറയും, ഇന്നല്ല എന്നെങ്കിലും അവർക്ക് ഏതെങ്കിലും കാലത്ത് യേശുവിനെ അറിഞ്ഞിരിക്കണം. കാർത്തികേയം വിളിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സാഹചര്യം വരും, അന്ന് അവർ വിളിച്ചോളെന്ന് പറയും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇങ്ങനെ പ്രിയപ്പെട്ടവള് പോയിട്ട് സ്നാനപ്പെട്ടു. ഞാൻ അതിനകത്ത് വലിയ താല്പര്യം കൊടുത്തില്ല. അപ്പൊ എല്ലാവരുടെ മക്കള് വിടുതൽ പ്രാപിക്കണമെന്നാ. കാരണം ഞാൻ രാവിലെ പണിക്ക് പോകുന്നു, 6:30 പണിക്ക് പോകും. അപ്പൊ എന്റെ മക്കൾ എഴുന്നേക്കത്തില്ല. സ്വന്തം വൈകുന്നേരം വരുന്നത് 8:30 ആകുമ്പോഴായിരിക്കും ബസ് കയറിയാൽ പോണ വരുമ്പോഴേ. അപ്പൊ എനിക്ക് മക്കളെ താലോലിക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷെ മാതാവാണ് ഇതെല്ലാം കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരുടെ വേദന കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിന്റെ വേദന ഈ മാതാവെ കാണുന്നുള്ളത്. പക്ഷെ അത് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, അതുകൂടെ അതൊക്കെ പറയണമല്ലോ സ്വതം. അപ്പൊ എന്റെ ഒരു ചിന്തയാണ്, ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ മൈക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് മേശിരിപ്പണി അറിയാം. അപ്പൊ എനിക്ക് ഒറ്റ ചിന്തയാണ്, മേശിരിപ്പണി പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് മേശിരി ആകണം. അപ്പം മേശിരി ആകുന്നേ ഇല്ല. എനിക്ക് ഒത്തിരി ഭാരമുണ്ട്. കാരണം മെനഞ്ഞാൻ ഇങ്ങോട്ട് വന്നവനും മേശിരിയാ. പക്ഷെ എന്നോട് ഒത്തിരി പേര് ചോദിക്കും, 5 വർഷമായിട്ട് മൈക്കാട് പണി ചെയ്തിട്ട് മേശിരി ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട് സ്വതം. എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ തേക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് ഭാരം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന അവർക്ക് സ്വർണ്ണപ്പണി ചെയ്യുന്നവരെല്ലാം ഒരേ സമുദായക്കാരാണ് സ്വതം. അവരിൽ ഒരാൾ സ്വർണ്ണപ്പണി ഇല്ലാതെ വന്നപ്പം അവരുടെ മാമന്റെ അടുത്ത് വന്ന് പണി ചോദിച്ച്. പുള്ളിക്ക് കറണ്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ബന്ധമില്ലാത്ത ആ പുള്ളിയെ പിടിച്ച് മേശിരിയാക്കി. ഞാൻ വർഷങ്ങളായിട്ട് മൈക്കാട് തേക്കുകയും ചെയ്യും, ഭിത്തിയൊക്കെ തേക്കുകയും ചെയ്യും, മേശിരിപ്പണി ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നെ ഇന്നുവരെ മേശിരിയായിട്ട് നിർത്തിയിട്ടില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പം അദ്ദേഹത്തെ പിടിച്ച് മേശിരിയാക്കി. പറഞ്ഞ ആൾക്കാർ എന്നോട് ചോദിക്കും, നീ ഇതുവരെ മേശിരി ആയില്ലെന്ന്. ഞാൻ വേദനയോട് പറയുമായിരുന്നു, എനിക്ക് എന്റെ അമ്മാച്ചന്മാരോ എന്റെ കൊച്ചന്മാരാരും മേശിരിമാരില്ല എന്നെ മേശിരിയായിട്ട് പിടിച്ചെടുത്താൻ. അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടു ഞാൻ. അങ്ങനെ ഇരിക്കുകയാണ് ഈ ദേവദാസ് എന്നോട് വീണ്ടും എന്നെ ഈ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ആ ദേവദാസ് എന്നോട് പറഞ്ഞ്, സഹോദരൻ നിങ്ങളും വാ, നിങ്ങളുടെ മോൻ നടന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ മേശിരി ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ യേശുവിനെ സ്വീകരിക്കാം, ഞാനത് വിശ്വാസിലാകാന്ന് പറയും. അപ്പൊ എന്നോട് ദേവാസി പറഞ്ഞു, വാ, വന്നു കഴിഞ്ഞാൽ മേശിരിയാക്കും എന്ന് പറയാൻ തടയായി. അങ്ങനെ ഞാൻ പോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ സന്തോഷത്തോടെ പോയി കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പാസ്റ്റർ കൂട്ടുകാരൻ ഒരാളുണ്ട്, എബി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിലൂടെ എന്നോട് ജോലിക്ക് കയറ്റി. ഒരു 2 മാസം കണ്ട് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇനി മൈക്കാട് പണി ചെയ്യണ്ട, താൻ ഇനി മേശിരി കർത്തിയായി ഇനി മേശിരിപ്പണി ചെയ്യുവാന്ന് പറയുവാൻ തക്കവണ്ണം ഇവിടെ. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഇന്ന് ഞാൻ ചെയ്യാത്ത പണികളില്ല. പക്ഷെ ഞാനത് പൗലോസ് പറഞ്ഞുകൊണ്ട് അതെല്ലാം ചവർന്ന് എണ്ണിയിരിക്കുകയാണ്. എനിക്ക് അതല്ല പ്രശ്നം. ഇനി എന്റെ കർത്താവിനെ ഉയർത്തുകയാണ്. കാരണം ഞാൻ ചെയ്യാത്ത ഡിസൈൻ പണി, ഏത് പണി പറഞ്ഞു, ഇനി ഏത് ലോകത്തുള്ള എന്ത് പണി പറഞ്ഞു അഹങ്കാരം കൊണ്ട് പറയാനല്ല സ്വതം. അതെനിക്ക് ദൈവം നല്ല കൃപയാണ് സ്വതം. കാരണം ഞാൻ കിണറൊക്കെ നിന്നാൽ പൂക്കോട്ടയാക്കും, ഉരുളിയാക്കും, ചക്കയും പ്രാവുമാക്കും, എന്ത് പറഞ്ഞു, തബലയാക്കും, ചെണ്ടയാക്കും, എന്ത് പറഞ്ഞു അതെല്ലാം ചെയ്യും. കാരണം ഞാൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഒന്ന് മേശിരി ആക്കാവോ എന്ന് ചോദിച്ചാണ് ആ ദൈവസ്ഥാനത്തിലേക്ക് ഞാൻ വന്നത്. ഇന്ന് എന്നോട് ഞങ്ങളുടെ നാട്ടിൽ ചെന്ന് ഞാൻ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഞാനിപ്പം ആ ഒരു ഭാഗം ഞാൻ എടുക്കാറില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്കൊരു വർക്ക് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട വർക്കല്ല, എനിക്ക് എന്റെ കർത്താവിന് ഉയർത്തണം, എന്നെ വീണ്ടെടുത്ത് എന്റെ കർത്താവിന് ഉയർത്തണം, അതാണ് എന്റെ ലക്ഷ്യം. പൗലോസ് പറഞ്ഞു, അവർ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, അതുകൊണ്ടാ നിർബന്ധം എന്റെ, എനിക്ക് വലിയ വാക്കുജാതിന് വിദ്യാഭ്യാസം ഒന്നുമില്ല സ്വതം. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ ഞാൻ കടന്നു വന്നു. ഞാൻ സ്നാനപ്പെട്ടു. 2000 ഞാൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി സ്വതം. ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇവിടെ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ നടത്തുന്നു. അങ്ങനെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ചില കഷ്ടതയൊക്കെ പ്രയാസമൊക്കെ ജീവിതത്തിലുണ്ട്. അതെന്തിനാന്ന് വന്നാൽ ശോധന ചെയ്ത് അതെന്റെ ജീവിതത്തിൽ അനേകർ എന്നോട് ചോദിക്കും, നീ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുന്ന നീ എങ്ങനെയാന്ന് ചോദിക്കും. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്ന ഒരു ശക്തിയാണ്. അത് ഞാൻ മറ്റുള്ള ദൈവദാസന്മാരോട് കേട്ടതല്ല, പുസ്തകത്തിലൂടെ വായിച്ചതല്ല, അതെന്റെ പ്രാർത്ഥനാ മുറി എന്ന് പറയുമ്പോൾ വലിയ മുറിയൊന്നുമില്ല, രണ്ട് റൂമുള്ള ഇതിന് അതിലൊരു സ്ഥലത്ത് പാചകം ചെയ്യുന്നു, ഒരു സ്ഥലത്തിരിക്കുന്നു. അവിടെയും ദൈവത്തെ ഉയർത്തുന്ന സ്വതം. രാത്രി കാലങ്ങളിലൊക്കെയും ഉയർത്തുമ്പോൾ സ്വതം ഈ ദൈവത്തെ ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ ചെറിയ ഭവനത്തിൽ നിന്നും വലിയവനായ ദൈവത്തെ ഉയർത്തുന്നത്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യാശ.
ആൾക്കാർ നോക്കുമ്പോൾ ശരിയാ, ചെറിയ കുടുംബം, പക്ഷെ ചെറിയ ഭവനത്തിൽ നിന്നും വലിയവനായ ദൈവത്തെ ഉയർത്തുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ദൈവമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു പോയിരിക്കുന്നത്. ഈ മകനിലൂടായ വിശ്വാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ മകനിലൂടെ ഒത്തിരി മകനെ ചന്നി വരുവാനിടയായി, അതായത് കൂട്ട് വരുവാനിടയായി. കൊല്ലത്ത് ബെൻസീർ ഹോസ്പിറ്റലുണ്ട്. ബെൻസീർ ഹോസ്പിറ്റലിൽ ഞരമ്പിന്റെ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ 3 വർഷം മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറയാനിടയായി. ഞാൻ അന്ന് തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളൂ ജോലി ചെയ്ത, മാസം പോകുമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ പറഞ്ഞു, ജോലി ഭാഷ പറഞ്ഞു, മാസം ഒരു പ്രാർത്ഥന നടത്തുക, ശനിയാഴ്ച മാസത്തിൽ അവസാന ശനിയാഴ്ച ഒരു പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു 2-3 മാസം ചെയ്ത് കഴിഞ്ഞപ്പം അവന് സൗഖ്യം വരുവാനിടയിൽ. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങോട്ട് വരികയോ വേണ്ട എന്ന് പറയാനിടയിൽ. ഞാൻ എപ്പോഴും അങ്ങനെയുള്ള രോഗത്തിലുള്ള ഒരു പയ്യൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അവനെ കാണുമ്പോൾ ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്റെ മോനോട് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ നടക്കേണ്ടതായിരുന്നു നീയും, ദൈവം നിന്നെ വിടുവിച്ചു, അത് നോർക്കണേന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു സുഖം. അങ്ങനെ പെട്ടെന്ന് ദൈവമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു. ദൈവം ഒന്ന് ശോധന ചെയ്യും. യോബ് പറഞ്ഞ പോലെ നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരാം. അതുകൊണ്ട് ഇന്നും ശോധന വരുമ്പോൾ സുഖം ദൈവസന്നിധിയിൽ നിലനിർത്തുന്ന ദൈവമാണ് സുഖം. ഉറച്ചു നിൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെട്ടെന്ന് നമുക്ക് ദൈവശക്തി എന്ന വചനം പറഞ്ഞു. അതുകൊണ്ട് ദൈവവചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായുത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയായിരുന്നു, പ്രാണനെ ആത്മാവിനെ സന്ധിവഞ്ചകളെ വേർപെടുവയ്ക്കുകയും ഹൃദയത്തിലെ ചിന്തകളെ ഭാവങ്ങളെ വിവേചിക്കുന്നതാണ്. ഒരുപക്ഷെ എന്റെ ചിന്ത, എന്റെ ഭാവങ്ങളും എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തമ്പുരാൻ അറിയാം, മനുഷ്യർക്കറിയത്തിലും തമ്പുരാൻ. അതുകൊണ്ടാണ് തമ്പുരാൻ എന്നെ ഇത്രത്തോളം എന്നെ നടത്തുന്നത്, ഇത്രത്തോളം എന്നെ അങ്ങനെ ഉയർത്തിയത്. അതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് കാലിനൊരു വേദനയായി. വേദന 3 മാസം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക ഞാൻ കൊടുക്കണം, മക്കളെ പഠിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 3 മാസം ഞാൻ വീട്ടിലിരിക്കുവാനിടയിൽ. ഒത്തിരി പേര് ഞാൻ പെട്ടെന്ന് ഒരു അസുഖം വന്നപ്പോൾ എന്താ കാലിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു, കാല് പൊക്കാൻ മേലാതെ നീരുമായി, എന്താ അങ്ങനെയാണെന്ന് അറിയത്തില്ല. സ്വതം ഒത്തിരി ഭാരപ്പെട്ടു. അല്ലെങ്കിൽ ഒത്തിരി രോഗങ്ങളെ കുറിച്ചൊക്കെ എന്നെ പറയുമായിരുന്നു സ്വതം. എന്നാൽ സ്വതം ഞാൻ 3 മാസം വീട്ടിലിരുന്നു സ്വതം. എന്നാൽ ഞാൻ ജോലിക്ക് പോകുന്നതിനെക്കാട്ടും ശ്രേഷ്ഠമായി അന്ന് ദൈവം എന്നെ കരുതി. അതിപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലസിമുകളെ ഇരയിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സ്വതം ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നടത്തിയത്. സ്വതം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി നമ്മുടെ സ്വന്തം ദേശത്തേക്ക്, എന്റെ സ്വന്തം ദേശത്തേക്ക് പോകണം. ഞാൻ അറിഞ്ഞ ദൈവത്തെ എന്റെ സഹോദരന്മാരും എന്റെ ദേശക്കാരും അറിയുവാൻ ഇടയാകുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞ് ഒന്ന് പറയാനിടയാ. പ്രിയപ്പെട്ടവള് ശരി, നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം. നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ ദൈവത്തെ ഒന്ന് ഉയർത്തണമല്ലോ. നമ്മളെ പിടിപ്പിച്ച ദൈവത്തെ, അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത പ്രകാശമായ ദൈവത്തെ ഒന്ന് കാണട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിലേക്ക് വരുവാനിടയായി. സ്തോത്രം. അങ്ങനെ നാട്ടിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി. ഒത്തിരി പേര് ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഇവിടെ ദൈവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ നീ അടൂരിന്ന് യേശുവിനെ കൊണ്ടുവന്നില്ല, അടൂരിന്ന് ദൈവത്തെ കൊണ്ട്? ഞാൻ പലപ്പോഴും പറയുന്നത്, ആ ദൈവമല്ല ഈ ദൈവം. ഇത് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. ഇതൊരു പ്രത്യാശ തരുന്ന ദൈവമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രത്യാശയില്ലാത്തവർ പ്രത്യാശ നൽകുന്ന ഒരു ദൈവമാണ്. നിരാശയറ്റവർക്ക് അവന് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഓർക്കുവാൻ അമ്മയുണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുടുംബത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അവിടെയും ജോലിക്കൊക്കെ ഇവിടെ വന്നും കുട്ടനാട് പ്രദേശത്തൊക്കെ ഇവിടെ വന്ന് ജോലിക്കൊക്കെ പോകും. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അന്നേരം അപ്പോഴും ഞാൻ പ്രാർത്ഥന നടത്തി, മാസപ്രാർത്ഥന മുടങ്ങാതെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സ്വത്തം. അങ്ങനെ തകഴി വന്ന ക്രൈസ്റ്റ് ഫോളോവേഴ്സ് എന്ന ചർച്ചിലെ അവിടുത്തെ അംഗമായി, അവിടെ ഷാജി മാത്യു പാസ്റ്റർ സഭാ ശുശ്രൂഷകനാണ്. അവിടെ ഞാൻ കൂട്ടായ്മ ആദരിച്ചു പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ജോലിക്കായി കടന്നുപോയി. അങ്ങനെ 2015 ഇങ്ങനെ ജോലിക്കായി കടന്നു പോകാൻ വേണ്ടി ഭക്ഷണങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ടവൾ എണ്ണിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി എണ്ണിച്ചു. അപ്പം എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞ് എനിക്ക് പുറത്തൊരു വേദന എന്താണെന്ന് അറിയുന്നു പറഞ്ഞിങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞത് വായുവായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വായു വന്നവർ തിരുമ്മി കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് പിന്നെയും കടന്നു. പിന്നെ പറഞ്ഞ് വേദന എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ആശുപത്രി പോകാന്ന് പറഞ്ഞു. വേണ്ട, ആ വേദന സഹിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോൾ സഹിക്കാൻ മേല, വേദന സഹിക്കാൻ മേല. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് നടന്നങ്ങോട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ പെട്ടെന്ന് എന്നോട് പറഞ്ഞു പാസ്റ്ററെ വിളിക്കുക, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അവിടെ പാസ്റ്ററെ വിളിച്ചു, ഷാജി മാത്യു പാസ്റ്ററെ വിളിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു പോകണ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ ECG ഒന്ന് എടുക്കാന്ന് പറഞ്ഞ് അവിടെ ECGയിലായിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കടന്നുപോയി. വണ്ടിക്ക് ഒരു ഓട്ടോ അന്നേരം വന്നു. അവിടുന്ന് കടന്നുപോയി. അവിടെ ചെന്ന് പെട്ടെന്ന് സിറ്റുവേഷൻ മാറി. അങ്ങനെ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞ് വണ്ടാനത്ത് കൊണ്ടുപോകണം പറഞ്ഞ് അങ്ങനെ വണ്ടാനത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവള് 2015 എന്റെ പ്രിയപ്പെട്ടവൾ രോഗത്തിന്റെ വരപ്പിൽ നിന്ന് മാറ്റപ്പെടുവാനിടെ പെട്ടെന്നായതുകൊണ്ട് ഫീലായി, പെട്ടെന്നായതുകൊണ്ട് ഭാരമായി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞാൻ മാനസിക രോഗിയായി തീർന്നു.
ഉറക്കമില്ലാത്ത ദിവസങ്ങൾ എത്രയോ ദിവസങ്ങൾ ഉറക്കമില്ല. 3 മാസം എനിക്ക് ഉറക്കമില്ലാതെ, ഒരു ദിവസം ഉറങ്ങിയില്ല മനുഷ്യന് അവനെ മാനസിക രോഗി എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ നല്ലവണ്ണം ഉറങ്ങാൻ പറയുന്നത്. 3 മാസം ഉറങ്ങിയിട്ടില്ല ഞാൻ സ്വതം. എന്റെ ദേശക്കാരെല്ലാം എന്നെ ഉറ്റുനോക്കി. അവരുടെ മനസ്സിലുണ്ടായിരിക്കും സ്വതം, ഹല്ലേലൂയ, അവൻ സ്വതം ഇവിടെ ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ സ്വതം, ഇവിടുന്ന് പോയത് കൊണ്ടാന്നൊക്കെ അവർ ചിന്തിച്ചിട്ട് അവർ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ദൈവം കൈവിട ദൈവമല്ല. അങ്ങനെ 3 മാസം ഉറക്കമില്ലാതെ 2015 ഓഗസ്റ്റ് മാസത്തില് അങ്ങനെ ഞാൻ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നില്ല. കാരണം അടൂർ പ്രദേശത്ത് ഒത്തിരി ദേവദാസന്മാരുണ്ട്, ഞാൻ അവിടെ പോയി ഉപവസിക്കാൻ പോവാ. ഉപവാസം ഒത്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഉപവാസം ഒത്തിരി എടുത്തിട്ടുണ്ട്, പറയുമ്പോഴെല്ലാം ഉപവാസം എടുക്കുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി പ്രധാനമായി അതായത് ആത്മാവിന്റെ ഫലം, നമ്മൾ ജലത്തിന്റെ ഫലമല്ല, ആത്മാവിന്റെ ഫലം നമുക്ക് പറയണ്ട. അപ്പൊ ആത്മാവിന്റെ തീഷ്ണത പറഞ്ഞെങ്കിൽ ഒടുവിൽ കർത്താവിന് ഒരു അമിത ബലത്തിലും ശക്തിപ്പെടുന്ന, അതുകൊണ്ട് ശക്തിപ്പെടുവാൻ വേണ്ടി ഒത്തിരി ഉപവാസമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇവിടെ വന്ന് എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നു. ഓണം പോലും കൂടുതൽ ഓണത്തിനൊന്നും അവൻ നിൽക്കുന്നില്ല. അവർക്കറിയത്തില്ല ഞങ്ങളെ വിശ്വാസം വന്ന പിന്നെ ഓണം ഞങ്ങൾക്കില്ല, എന്നും ഞങ്ങൾക്ക് ഓണം. ഞാൻ ഓണത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പോകാറില്ല, സ്വന്തം അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാറില്ല. അങ്ങനെ ഞാൻ അടൂരിന്റെ പ്രദേശത്ത് പോയി ഇവിടെ ഉപവസിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു വചനം ഓടി വന്നു. അങ്ങനെ ഒരു വചനം എനിക്ക് കിട്ടുവാൻ ഇവിടെ അത് ഇന്ന് അനേകരോട് ഞാൻ പറയാറുണ്ട്. 4-ാം സങ്കീർത്തനത്തിന്റെ അവസാനം 8-ാം വാക്യത്തിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുന്നു. ഇന്ന് ഞാൻ അനേകരോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ മറിച്ചു വരച്ച് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് ആ വചനമാണ് എന്നെ നിലനിർത്തുവാനിടയായി. സ്വന്തം ഒത്തിരി ഭാരപ്പെട്ടു സ്വന്തം. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ച് എങ്ങനെ നിലനിൽക്കുന്നു. അങ്ങനെ 8 വർഷമായി എന്റെ പ്രിയപ്പെട്ടവർ ഭൂമിയുടെ നിരപ്പിൽ മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ഞാൻ തകഴ് പ്രദേശത്ത് ആരാധനയ്ക്കായി കടന്നു വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി ജോലി ഇതേവരെ ചോദിക്കുന്നുണ്ട്. കഷ്ടതയും പ്രയാസവും ഒക്കെ എങ്ങനെ നിൽക്കുന്നു സ്വതം. അതുകൊണ്ട് കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം പിതാവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന സ്വതം. കഷ്ടതയുണ്ട്. പൗലോസ് കഷ്ടതയിൽ നിന്ന് പറയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷം. പട്ടണത്തെ കിടന്നല്ല താൻ അത് പറയുന്നത് സ്വതം. കാരാഗ്രഹത്തിൽ കിടന്ന് എന്നെ കിടന്ന് നല്ലോണം വചനങ്ങൾ അറിയാവുന്നവരാ ഇത് ശ്രമിക്കുന്ന എനിക്കറിയാം സ്വതം. ഞാൻ പറഞ്ഞതിന്റെ ആശംസകൾ. കഷ്ടതയുണ്ട്. അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിന്റെ വാക്യമുണ്ട്, 2 തിമോഥെയോസിന്റെ 2:1 പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, നീയും സാക്ഷിയുടെ മുമ്പാകെ എന്നോട് കേട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സ്വതം അങ്ങനെയുണ്ട് സ്വതം. ഈ ദിവസങ്ങളിൽ ഞാൻ കഷ്ടം സഹിച്ചു സ്വതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിഡ്നി സ്റ്റോണായി, അസ്വസ്ഥതയായി, ഇപ്പോഴും ആ ഒരു ശരീര ബുദ്ധിമുട്ട്, എന്റെ ചെവി ഇൻഫെക്ഷനായി, അങ്ങനെ ചെവി പഴുത്തു, അങ്ങനെ ആശുപത്രി കിടന്നു. ഒരു മാസം ആശുപത്രി കിടന്നു. അവിടെ സ്കാൻ ചെയ്തു. ഇപ്പോഴും അതിന്റെ സാധ്യത. പക്ഷെ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിത്യത ചെല്ലുക സ്വതം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാടാറില്ല. ഒരു പാട്ടിൽ 4 വരി പാടുകയാണ് സ്വതം. അവൻ ഞാൻ പാടുമ്പോൾ സ്വതം എന്റെ പ്രിയപ്പെട്ടവർക്ക് മരിച്ചു പോകുമ്പോൾ ഞാൻ അവർ പറയുന്നത്, മുൻപേ പോയിരുന്നവരെല്ലാം ഭാഗ്യമുള്ളവരെന്ന ആ പാട്ടിന്റെ ഞാൻ പാടി ചിലവരിക്കും സങ്കടത്തോടെ പാടുക. സങ്കടത്തോടെ ഈണം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പാടിയത്, അല്ലാതെ പ്രത്യാശയോടെ അതുകൊണ്ട് പാടണം. മുൻപേ പോയവർ ഭാഗ്യമുള്ളവരെന്ന് പറയാൻ കാര്യം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നവർക്ക് നമുക്ക് ഭയമാണ് സ്വതം. ഇന്നത്തെ ഗുരുപദേശങ്ങളിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ പോയാൽ മതി, കർത്താവിന്റെ സന്നിധിയിൽ ചെന്നാൽ മതി എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിൽ എപ്പോഴും പാടാറുള്ളത്. മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ള, മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ള, മണ്ണിലുള്ള കഷ്ടത സ്വസ്ഥരായവർ, മണ്ണിലുള്ള കഷ്ടത സ്വസ്ഥരായ, സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിപ്പാൻ, സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിപ്പാൻ, അതിൽ ഭാഗ്യമോർക്കും തോറുമേനി ാശയേറുമേ, അതിൽ ഭാഗ്യമോർക്കും തോറുമേനി ാശയേറുമേ. അതുകൊണ്ടാ ആ ഭാഗ്യം ഓർക്കുമ്പോൾ ആശയേറുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലണം. അത് പലപ്പോഴും ഭയമാശുദ്ധം കൈവിട്ടു പോകുന്ന കർത്താവിന്റെ സ്ഥലത്ത് അനേകരെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഈ നാളുകളൊക്കെ അനേക ഇടങ്ങളിൽ സാക്ഷ്യം പറയുമ്പോൾ എന്റെ സാക്ഷ്യം മറ്റുള്ളവർക്കെല്ലാം പലപ്പോഴും പറയാറുണ്ട്. പലർക്കെല്ലാം ബലപ്പെടുവാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കഷ്ടം സഹിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും
നാം ലജ്ജിച്ചു പോകരുത് സ്വതം. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും ആൾക്കാർ ചോദിക്കും വീടില്ലേ, എല്ലാവരും ചോദിക്കും എന്താ നീ വിശ്വാസം വീടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വീടല്ല കാര്യം, സ്വതം കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന അത് ദൈവം തന്നോളൂ സ്വതം. അമ്മയും ചോദിക്കാറുണ്ട് സ്വതം വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നീ വീട് നിർമ്മിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു, ഇങ്ങനെ ഇനി ആൾക്കാർ ചോദിക്കും. കാരണം റോഡ് സൈഡിലാണ് ആൾക്കാർ ചോദിക്കും. അപ്പൊ എനിക്ക് ചോദിക്കും, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, യഹോവ വീട് പണിയാൻ പണി എന്ന് പറഞ്ഞ് വൃഥാ അധ്വാനിക്കുന്ന എന്റെ മേൽ ഞങ്ങളുടെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ പറയാൻ തക്കവണ്ണം പണിയാൻ ഞാനതിങ്ങനെ ആഗ്രഹിച്ചു സ്വതം. വീടല്ല കാര്യം. കാരണം അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ സേവനത്തിൽ നമ്മൾ വേർപിടിക്കുന്ന ആർ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാൻ കൊണ്ടുവന്ന കുഞ്ഞാടുകളെ പോലെ എണ്ണുന്നു എന്ന് പറയുന്ന സ്വതം. ഇതൊന്നും അല്ല ക്രിസ്തുവിൽ നിന്ന് സ്നേഹം. പല കാര്യങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പീഡ വരും, ഇതൊക്കെ വരും. പക്ഷെ ഇതിലൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയത്തില്ല. ഇതൊക്കെ ജാതികൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അശ്വതം. അതുകൊണ്ട് ആ ദൈവം എന്നെയും ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത്. ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് പാടുവാനിടയായി. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു തന്നു വിദ്യാഭ്യാസമില്ലായിരുന്നു. പക്ഷെ ഒരു ദൈവദാസ് എന്നോട് പറഞ്ഞു ഒരു പാട്ട് എഴുതും എന്ന് പറയാനിടയായി സ്വതം. എനിക്ക് എഴുതാനും വായിക്കാനും പറ്റില്ല, ഞാനിങ്ങനെ പാട്ട് എഴുതും എന്ന് പറയാനിടയാണ്. അപ്പൊ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാനുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വലിയ വിദ്യാഭ്യാസം, ഞാൻ പാടുന്ന പാട്ട് അത് ഹൃദയത്തെ ടച്ച് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറ്. ഹൃദയത്തെ ടച്ച് ചെയ്യണം. പിന്നെ എനിക്ക് പഴയകാല അമ്മയൊക്കെ നാടൻ പാട്ടുകാരിയൊക്കെയാണ്, ഞാനും പണ്ടൊരു നാടൻ പാട്ട് പഴയ ശീലങ്ങളൊക്കെ പാടി കേട്ടിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ശൈലി പലപ്പോഴും ഞാൻ പാടുന്ന പാട്ടിനൊക്കെ എല്ലാവരും ഉണ്ടെന്ന് പറയാറുണ്ട് സ്വതം. ചിലവരത് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാറുണ്ട്, ചിലവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് എന്റെ ഒരു ശൈലിയായി പോയി സ്വതം. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ ഒരു പാട്ട് എഴുതാൻ പോവാം. അങ്ങനെ ഞാൻ അത് മനസ്സിൽ കുറിച്ചു. ഞാൻ അങ്ങനെ ഒരു പാട്ടാണ്, അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് ഞാൻ പാടാൻ അത് വൈറലാകാൻ വേണ്ടി ചെയ്തതല്ലായിരുന്നു. കാരണം അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൂടെ പറയട്ടെ സ്വതം. പരസ്യവും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സാധാരണ ഒരു കീപാഡുള്ള ഒരു ഫോണാണ് എനിക്കുള്ളത്. അപ്പം എന്റെ കൂടെ വന്ന അന്നത്തെ ടീമിന് ഞാൻ എല്ലാ ടീമുകാരുടെ കൂടെ പോകും. ഏത് ടീമിൽ വിളിച്ചാലും ഞാൻ അവരുടെ കൂടെ എല്ലാം പോകും. ഇനിയത്തെ ഞാനൊരു ഗഞ്ചറയായിട്ടാണ് നടന്നു പോണത്. അപ്പൊ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് വെച്ചേക്കും, അഥവാ എവിടെങ്കിലും ഒരു ദൈവദാസന്മാര് പരസ്യവും ചെയ്തോണ്ട് ഞാൻ അവരുടെ കൂടെ പോയി. പറയാന്ന് എനിക്ക് അതേ ഉള്ളൂ, പാടാൻ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി പാടാൻ മാത്രമേ അതാണ് അത് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെ ഞാൻ ഇവിടെ. അങ്ങനെ ഒരിക്കൽ അവരെല്ലാം കരോക്കെ പാടിക്കഴിഞ്ഞ് ഞാനൊരു പാട്ട് പാടാന്ന് പറഞ്ഞു ഇടയാനി. അപ്പൊ ഒരു പാടിക്കെന്ന് പറഞ്ഞവരങ്ങ് മാറിയിരുന്നു. അത് ഞാൻ എഴുതിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ പോണ ആൾക്കാർ അവരോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതായത് യാത്രാ മധ്യേ പോണവരോട് പറയാണ്, ഇതൊന്ന് കേൾക്കൂ, യേശുവിനെ അറിയൂ, ഇതൊക്കെയാണ് പറയാൻ വേണ്ടിയാണ് ആ പാട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് എഴുതി കഴിഞ്ഞപ്പോൾ പാടിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ പാട്ടും വരി ഇഷ്ടമായപ്പോഴാണ് അവർ വന്ന് എടുത്തത്. അതാണ് 4 വരി, അവസാനത്തെ 4 വരിയേ ഉള്ളായിരുന്നു. അതിന്റെ 8 വരിയുണ്ട്, അത് ഞാൻ പാടുവാൻ ആഗ്രഹിക്കും. സോദരാ നീയൊരു നിമിഷം കേൾക്കുമോ, സോദരി നീടുമോ, നീയൊരു നിമിഷം കേൾക്കുമോ, ലോകത്തിന്റെ രക്ഷകനെ നിന്റെ ഉള്ളത്തിൽ വന്നിടുമേ, ലോകത്തിന്റെ രക്ഷകനെ നിന്റെ ഉള്ളത്തിൽ വന്നിടുമേ. വിശ്വസിക്ക ഈ ലോകയാത്രയിലെ നിന്നുള്ളിലെ ഭാരങ്ങളും മറ്റൊന്നൊരേശുണ്ട്, നിന്നുള്ളിലെ ഭാരങ്ങളും മറ്റൊന്നൊരേശുണ്ട്. കുരുടനു കാഴ്ചയുമേ, പിന്നെ രോഗിക്ക് വൈദ്യനുമേ, കുരുടനു കാഴ്ചയുമേ, പിന്നെ രോഗിക്ക് വൈദ്യനുമേ, നിന്നെയും വീണ്ടെടുക്കാം തന്റെ പുത്രനയാകമാക്കി, നിന്നെയും വീണ്ടെടുക്കാം തന്റെ പുത്രനയാകമാക്കി. വിട്ടിടുമോ നിന്നോട് പാവങ്ങളെ
കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിയിടുമോ? കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിയിടുമോ? കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിയിടുമോ? ആ കാൽവരി ക്രൂശിൽ ഞാൻ നോക്കിയത് കൊണ്ടാണ് എന്റെ ദൈവം നിത്യത്തിൽ ആ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി മാറ്റിയതും. അതുകൊണ്ട് സ്വത്രം പലപ്പോഴും പറയും നമ്മുടെ എന്റെ പ്രവൃത്തിയൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ, ആരും പ്രശംസിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. സ്വതം വായിക്കും ഞങ്ങളിപ്പോ വചനം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ആമേ സ്വതം വചനം നിനക്ക് സമീപം നിന്റെ വായിൽ നിൽക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും, ദൈവവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയും. സിമ്പിളായിട്ടുള്ള കാര്യം, എങ്ങും പോണ്ട കാര്യമല്ല, എങ്ങും പോണ്ട കാര്യമില്ല. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അങ്ങനെ കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മനസ്സിലാക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സത്യം. അവൻ ഇത് കേൾക്കുന്ന ആരെങ്കിലും എന്റെ സഹോദരന്മാരുടെ രക്ഷയിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ ദൈവത്തെ അവൻ രുചിച്ചറിയുകയും ഈ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത്ര സമയങ്ങൾ വേർതിരിച്ചെന്ന അവൻ ഈ ചാനലിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയ ജീവനുള്ള ദൈവത്തെ, സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് താഴ്മയായിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്റെ ഉള്ളത്തിൽ വന്നിടുമേ, വിശ്വസിക്കാം ഈ ലോകയാത്രയിലെ നിന്നുള്ളിലെ ഭാരങ്ങളും മറ്റൊന്നൊരേശുണ്ട്.